കേരളത്തിൽ ഒരു പ്രസ്ഥാനവും ചെയ്യാത്ത രീതിയിൽ ധാർമ്മികതയ്ക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ആരോപണമുണ്ടായി 24 മണിക്കൂറിനുള്ളിൽ നടപടി നിലപാട് പറഞ്ഞ പാർട്ടിയാണ് കോൺഗ്രസ്. മറ്റൊരു പാർട്ടിക്കുമില്ല. ബാക്കി CPM അടക്കമുള്ള പാർട്ടികളൊക്കെ തന്നെ 376 കേസിൽ പ്രതിയാകുന്ന ആളുകൾക്ക് പട്ടും വളയും നൽകി കൊല്ലം MLA അടക്കം ആദരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതല്ല കോൺഗ്രസിൻ്റെ സ്ഥിതി. പിന്നീട് മറ്റ് കാര്യങ്ങൾ കുറച്ചുകൂടി ഗൗരവത്തോടെ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കേണ്ടതുകൊണ്ട് ആ ചർച്ച KPCC പ്രസിഡന്റിൻ്റെയും പ്രതിപക്ഷ മറ്റും നേതൃത്വത്തിൽ വളരെ കൃത്യമായി പാർട്ടിക്കുള്ളിൽ ഗൗരവമായ തീരുമാനം എടുക്കുമ്പോൾ കോൺഗ്രസ് പോലുള്ള ജനാധിപത്യ പ്രസ്ഥാനത്തിൽ മതിയായൊരു ചർച്ച ആവശ്യമാണ്. ആ ചർച്ച ചെയ്ത് തീരുമാനമുണ്ടാകും. ഉചിതമായ തീരുമാനം. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? അദ്ദേഹത്തിനെതിരെ നമുക്കറിയാം, കേരളത്തിലെ ഏറ്റവും മികച്ച ചെറുപ്പക്കാരിൽ ഒരാളായിരുന്നു. യുവജന രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ, മികച്ച സംഘാടകൻ എന്ന നിലയിൽ പൊതുജനം വളരെ പ്രതീക്ഷയോടുകൂടി, കോൺഗ്രസ് പാർട്ടി പ്രത്യേകിച്ചും പൊതുജനവും വളരെ പ്രതീക്ഷയോട് കണ്ട ഒരു ചെറുപ്പക്കാരനാണ്. പക്ഷേ അദ്ദേഹത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ, സ്ത്രീകളുടേതായ സംഭാഷണമടക്കം പുറത്തു വന്നപ്പോൾ അദ്ദേഹം വന്ന് ഞാനങ്ങനെ ചെയ്തിട്ടില്ല, ഞാനൊക്കെ അങ്ങനെ ഒരു കാര്യമില്ല എന്ന് പറഞ്ഞാൽ ആ വഴിക്ക് നമുക്ക് ചിന്തിക്കാൻ കഴിയും. ആ വഴി വളരെ ഗൗരവമായിട്ട് അന്വേഷിക്കുകയും ചിന്തിക്കുകയും ചെയ്യും. പക്ഷേ ഈ നിമിഷം വരെ ട്രാൻസ്ജെൻഡറിൻ്റെ കാര്യം ഒഴികെ ബാക്കി ഒരു കാര്യത്തിലും അദ്ദേഹം നിഷേധിക്കാത്ത സാഹചര്യത്തിൽ അദ്ദേഹം ഇത്തരത്തിൽ തുടരുന്നത് നമ്മുടെ ധാർമ്മികതയ്ക്ക്, കേരളത്തിൻ്റെ രാഷ്ട്രീയ പരിസരം എന്ന് പറയുന്നത് ധാർമ്മിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതാണ്. അതിനപ്പുറം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിനടക്കം നേരിടാൻ പോവുകയാണ്. ഇക്കട്ടത്തിൽ ഇങ്ങനെയുള്ളവരെ വെച്ച് മുന്നോട്ട് പോയാൽ അത് എത്രത്തോളം ദോഷം ചെയ്യും? ഞാൻ പറഞ്ഞുവല്ലോ, കോൺഗ്രസ് പാർട്ടിക്ക് വ്യക്തമായ കാഴ്ചപ്പാടും നിലപാടും ഇത്തരം കാര്യങ്ങളിലുണ്ട്. കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം അത് വളരെ ഉചിതമായ രീതിയിൽ കൈകാര്യം ചെയ്യും. നിലപാട് ഇതുവരെ വിളിച്ചില്ല. ഈ വിഷയത്തിൽ ചേരേണ്ടതല്ലേ സ്വാഭാവികമായും? ഇത്ര വലിയ അല്ല, രാഷ്ട്രീയ സമിതി അംഗങ്ങൾ ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരുമായിട്ട് പാർട്ടി നേതൃത്വം ആശയവിനിമയം നടത്തുന്നുണ്ട്. ഈ ഉമ തോമസിനെതിരെ കഴിഞ്ഞ സൈബർ ഇടങ്ങളിൽ വളരെ മോശമായ വിക്ഷേപമാണ് വന്നത്. ആ വീട് കിടക്കുന്നിടത്ത് മരിച്ചാൽ മതിയായിരുന്നു എന്നടക്കമുള്ള ആക്ഷേപങ്ങൾ വരുന്നു. രാഹുലിനെതിരെ ഒരു നിലപാടെടുത്തതിൻ്റെ പേരിൽ ഇത്തരം പരാമർശങ്ങൾ ഉണ്ടാകുന്നത് ആരുടെ ഭാഗത്തു നിന്നാലും മുഖമില്ലാ കൂട്ടങ്ങളാണ്. പക്ഷേ ഈ മുഖമില്ലാ കൂട്ടങ്ങളായാലും മുഖമുള്ളവരായാലും ഈ സമൂഹത്തിൻ്റെ ശത്രുക്കളാണ് അവർ. ആരായാലും ഒരു സ്ത്രീക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല എന്ന് ഇവർ ആരാ പറയുന്നത്? സ്ത്രീക്ക് മസ്തിഷ്കമുള്ളവരാണ്, സ്ത്രീക്ക് വ്യക്തിത്വമുള്ളതാണ്. സ്ത്രീകൾക്ക് അഭിപ്രായം പറയാൻ പാടില്ല. സ്ത്രീകളെ മാത്രമല്ല, പുരുഷന്മാരെയും ആക്രമിക്കുന്നുണ്ട്. ഒരാളെയും ഈ നമ്മളെയൊക്കെ മോശമായിട്ട് എഴുതുന്നവരുടെ പ്രൊഫൈൽ എടുത്ത് നോക്കാൻ മുഴുവൻ ലോക്ക്ഡ് പ്രൊഫൈലും വെച്ച് വേറെ ആരുടെ മുഖവും വെച്ചിട്ട് ആക്ഷേപിക്കുന്നതിന് വേറെ പണിക്ക് പോക്കൂടെ? ഇക്കാര്യത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, രാഹുൽ ഇതുവരെ പറഞ്ഞ വാദങ്ങൾ ഏതെങ്കിലും കോൺഗ്രസിന് ബോധ്യപ്പെടുന്നുണ്ടോ, ദഹിക്കുന്നതാണോ? ആ ദഹനത്തിൻ്റെ ഒന്നും പ്രശ്നമല്ലെന്നേ, സാമൂഹിക രാഷ്ട്രീയ മര്യാദയുടെ പ്രശ്നമാണ്. ഈ നേതൃത്വത്തോടൊപ്പം രാഹുലിനോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടും ഇന്നലെ ഒരു നാടകം വരെ രാഹുൽ കളിക്കുന്നുണ്ടായി. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നു, പിന്നീട് തിരിച്ചു പോകുന്നു. ഈ സമയത്തെല്ലാം തന്നെ രാജി ഉണ്ടാകുമെന്ന് കോൺഗ്രസിലെ ആളുകൾ പോലും കരുതിയൊരു സമയമായിരുന്നു. പിന്നീട് രാഹുൽ തിരിച്ച് വീട്ടിലേക്ക് എത്തി. അങ്ങനെ വ്യക്തിപരമായി ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു നിലപാട് പറയുന്നു പാർട്ടിയുടെ. കോൺഗ്രസിന്റെ നിലപാട് ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നതായിരിക്കും. കോൺഗ്രസിന്റെ നിലപാട് ജനപക്ഷമാണ്, സ്ത്രീപക്ഷമാണ്. അല്ല CPM-നെ പോലെ കപട സ്ത്രീപക്ഷമല്ല. അതെ, എല്ലാ കാര്യത്തിലും എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണല്ലോ. കോൺഗ്രസിന്റെ അങ്ങനെ നമ്മൾ ദോശ വിട്ടെടുക്കുന്ന എടുക്കേണ്ട കാര്യങ്ങളാണോ? അതൊക്കെ ഗൗരവമായി ചർച്ചകൾക്കൊടുവിലേ തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. പാർട്ടിക്ക് ഒരു നാണക്കേടും ഇല്ല. ശ്രീമതി ടീച്ചർ തീവ്രത അളക്കാൻ പോയ നാട്ടിൽ PK ശശിയെ പിടിച്ച് പിന്നെയും സ്ഥാനങ്ങൾ കൊടുത്ത്, അതല്ല ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ, PK ശശിക്കെതിരായിട്ട് CPM-ൻ്റെ വനിതാ നേതാവ് ആരോപണം ഉന്നയിച്ചിട്ട് അടുത്ത മാസം ഞാൻ അതുവഴി പോകുമ്പോൾ സ്ത്രീ സുരക്ഷാ ജാഥയുടെ ക്യാപ്റ്റൻ ഷൊർണൂരി ബാനർ കാണുക PK ശശി. അങ്ങനെ വെച്ച പാർട്ടിയുടെ ഭാഗം. പിന്നെ BJP ആണെങ്കിൽ പറയേ വേണ്ട, സീരീസ് ഓഫ് ഒഫൻസസ് പ്രതിയായ മുഴുവൻ MP-മാരും BJP നേതാക്കന്മാരും ഇപ്പോൾ പാർലമെൻ്ററി ബോർഡിലുള്ള ആരാ യെദ്യൂരപ്പ അടക്കമുള്ളവരെ വെച്ചുകൊണ്ടിരുന്നത്. അവരുടെയൊന്നും വിമർശനത്തിലൊന്നും ഒരു കാര്യമില്ല. കോൺഗ്രസിന് രാജ്യത്ത് കൃത്യമായ നിലപാടുണ്ട്. സ്ത്രീ സുരക്ഷയ്ക്ക് നിയമം കൊണ്ടുവന്നത് കോൺഗ്രസ്സാണ്. അതായത് സ്ത്രീപക്ഷ ആരോപണങ്ങൾ വിധേയരാക്കപ്പെട്ടവരെ കോൺഗ്രസിന്റെ ബാനറിൽ ഇനി കാണില്ല എന്നുള്ളതല്ലേ ഈ പറഞ്ഞതിന്റെ അർത്ഥം? അങ്ങനെ കൂടുതൽ അർത്ഥങ്ങളും ദുർവ്യാഖ്യാനങ്ങൾക്കും പോകണ്ട. PK ശശിയെ പോലെ എന്തായാലും ഒരിക്കലുമില്ല.